ഇന്നത്തെ വീഡിയോ സിമ്പിൾ ആൻഡ് ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. ഏത് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ CTM പ്രോസസ്സ്, അതിന് ശേഷം സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് അതിന് ശേഷമാണ് മേക്കപ്പ്. സോ ഇവിടെ CTM പ്രോസസ്സിൽ ഫേസ് ഞാൻ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് പിക്സി സ്കിൻ ട്രീറ്റ്സ് ഗ്ലോ ടോണിക് ടോണറാണ്. പ്രൊഡക്റ്റ് ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ടോണർ അപ്ലൈ ചെയ്ത് അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ സിറം അപ്ലൈ ചെയ്യുന്നത്. ഇത് സെറ്റാഫിൽ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് പ്രൊട്ടക്റ്റിംഗ് സിറമാണ്. സോ 7x പവർ അടങ്ങിയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് റേഡിയൻറ്റ് സ്കിന്നിനുള്ള ഒരു സിറമാണ്. ഇത് ഞാനിവിടെ മോയ്സ്ചറൈസർ പകരമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മുടെ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് നമ്മുടെ ക്ലെൻസർ കഴിഞ്ഞതിന് ശേഷമാണ് മേക്കപ്പ് എന്ന് പറഞ്ഞത്. സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ക്ലെൻസർ, പിന്നെ ടോണർ, പിന്നെ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റായ സിറം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് ശേഷം നിങ്ങൾക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അതിന് ശേഷമാണ് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സിറം ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 മന്തായിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണത്. ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. എനിവേ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഉണ്ടാവും. ടോണർ ആൻഡ് സിറം നമ്മൾ ഈ 2 പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്ത് അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് ഗ്യാപ്പിങ്ങിൽ നമ്മൾ നൽകിയിരിക്കണം. കാരണം പ്രൊഡക്റ്റ് കംപ്ലീറ്റായി സ്കിന്നിൽ അബ്സോർബ് ആയാൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഞാനിവിടെ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനിവിടെ മേക്കപ്പിൻ്റെ ബേസായ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഇബ ഫോട്ടോ പെർഫെക്റ്റ് HD ഫേസ് പ്രൈമറാണ്. മെയ്ഡ് ജെൽ ബേസ് ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. സോ പ്രൈമർ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ അവൈലബിൾ ആണ്. ഓയിലി സ്കിന്നിന് ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിന്, ഡ്രൈ സ്കിന്നിന്, അങ്ങനെ ഡിഫറെൻറ്റ് പ്രൈമർ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്രീ മേക്കപ്പ് ബേസ് മെയ്ഡ് ജെൽ ബേസ് ആയിട്ടുള്ള ഇബ ഫോട്ടോ പെർഫെക്റ്റ് HD ഫേസ് പ്രൈമറാണ്. പ്രൈമർ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യണം എന്നില്ല. പ്രൈമർ നമ്മൾ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യണം എന്നില്ല. നമ്മുടെ ഫേസിൽ ഓപ്പൺ പോർസ് ആൻഡ് നമ്മുടെ ഫേസ് പെട്ടെന്ന് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത ശേഷം മേക്കപ്പ് ഓയിലി ആവുന്നത് അവിടെ മാത്രമാണ് നമ്മൾ ജസ്റ്റ് കുറച്ച് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ആൻഡ് ടോണർ, സിറം, പ്രൈമർ ഈ 3 പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്ത് 5 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാവൂ. മേക്കപ്പിൻ്റെ ബേസായ പ്രൈമർ കംപ്ലീറ്റായി അബ്സോർബ് ആയി കഴിഞ്ഞു. നെക്സ്റ്റ് ഞാനിവിടെ മെബ്ലിനിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് മെബ്ലിൻ സൂപ്പർ സ്റ്റേ ലൂമി ഫൗണ്ടേഷനാണ്. ഈ പ്രൊഡക്റ്റ് ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്, ചെക്ക് ചെയ്താൽ മതി. ഇത് അപ് ടു 30 അവർ ലൂമി മേഡ് ഫൗണ്ടേഷൻ SPF 16 ആണ്. ആൻഡ് എൻ്റെ ഷെയ്ഡ് 120. ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ഫൗണ്ടേഷൻ ഡാപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ ചാനൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഐസിൻ്റെ മുകളിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അധികം പ്രൊഡക്റ്റ് ഒന്നും എടുക്കരുത്. ഫേസ് മുഴുവൻ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സെയിം ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ജസ്റ്റ് ഐസിന് മുകളിൽ ടച്ച് ചെയ്താൽ മതി. കാരണം നമ്മൾ എന്തായാലും കൺസീലർ യൂസ് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് ഞാനിവിടെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് Caffeine ഐസ് ഓൺ യു സിറം കൺസീലറാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് ഞാൻ എന്തായാലും ഈ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓൾറെഡി വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ആ പ്രൊഡക്റ്റാണ് ഇവിടെ ഞാൻ കൺസീലറായി യൂസ് ചെയ്യുന്നത്. സോ ഞാൻ 1.5 മന്തായി ഈ സിറം അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് ആക്നി മാർക്സിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് വളരെ പെട്ടെന്ന് ക്ലിയർ ആയത്. എൻ്റെ ഓൾഡ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കൺസീലർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആക്നി മാർക്സ് കവർ ചെയ്യാൻ കൺസീലർ ഞാൻ യൂസ് ചെയ്തിരുന്നു. ബട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. കാരണം ആക്നി മാർക്സ് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞു. ആൻഡ് ഈ സിറമാണ് എനിക്ക് ബെസ്റ്റ് റിസൾട്ട്സ് നൽകിയത്. സോ നമ്മുടെ ഫൗണ്ടേഷൻ, കൺസീലർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മളൊരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് നമ്മുടെ ഫൗണ്ടേഷൻ, കൺസീലർ നമുക്ക് നല്ലപോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കുക. അതിനായി ഞാനിവിടെ സ്വിസ് ബ്യൂട്ടി ഓയിൽ കൺട്രോൾ 2-in-1 ഓയിൽ കൺട്രോൾ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ പ്രൊഡക്റ്റും റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്ത് ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് അത് 1 and 2 months പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ റിവ്യൂ നൽകാറ്. എല്ലാ പ്രൊഡക്ട്സ് ഓൾമോസ്റ്റ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു ക്രീം ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് പാക്ക് ക്രീം ബ്ലഷറാണ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് സ്റ്റുഡിയോ ക്രീം ബ്ലഷർ 02 അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്.
റിയലി വണ്ടർഫുൾ പാക്കേജിങ് ആൻഡ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വരെ പൗഡർ ബ്ലഷാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ആൻഡ് സ്റ്റിക്ക് ബ്ലഷ്. ബട്ട് ഒരു ക്രീമി ബ്ലഷ് വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓണത്തിന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഞാനിവിടെ ജൂഡിയോയുടെ ലിപ്പ് ലൈനറാണ് എടുക്കുന്നത്. റെഡ് കളർ ഇത് മാത്രം പെട്ടെന്ന് കണ്ടിട്ടുള്ളൂ. സോ ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് നമുക്കിത് കാജൽ അപ്ലൈ ചെയ്യുന്ന പോലെ ഐലൈനർ അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കോട്ടൺ ബഡ്സ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്മച്ച് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കാജൽ യൂസ് ചെയ്യുക. ബട്ട് നമ്മൾ എപ്പോഴും ഒരേ മോഡലിൽ ഐ മേക്കപ്പ് ചെയ്ത് അതിന് വലിയ ത്രില്ലൊന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഞാനിവിടെ ഡിഫറെൻറ്റായി ഞാനിത് ലിപ്പ് ലൈനറിനാണ് ഇത് പുറത്ത് വെച്ചിരുന്നത്. ബട്ട് പെട്ടെന്ന് ഐ മേക്കപ്പിൽ ഒരു ചേഞ്ചസ് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ലിപ്പ് ലൈനർ യൂസ് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഐ ഷാഡോ ജസ്റ്റ് ഞാൻ 2 കളേഴ്സ് മാത്രം എടുക്കുന്നത്. ആൻഡ് ഇതിൽ സ്വിസ് ബ്യൂട്ടിയുടെ 100 പാലറ്റ് ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ ഈ കൊച്ച് ഗ്ലിറ്ററി ഷിമ്മറി ആയിട്ടുള്ള ഒരു റെഡ് കളറാണ്. അത് ഞാൻ ഐലിഡ് ഏരിയയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു ബേസ് അപ്ലൈ ചെയ്യണം. വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. ക്രീസ് ലൈനിൽ ജസ്റ്റ് ഞാൻ ഈ ലൈറ്റ് ഷെയ്ഡാണ് ക്രീസ് ലൈനിൽ ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ഐ മേക്കപ്പാണ്. ഇത് യൂട്യൂബിലെ വീഡിയോസിൽ മാത്രമല്ല, നിങ്ങൾക്ക് പുറത്ത് ഓണം ഫംഗ്ഷൻ ആയാലും ശരി, നിങ്ങൾ കോളേജിൽ ഓണം ഫംഗ്ഷന് പോവുകയാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐലിഡ് ഏരിയയിൽ ഈ കളർ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്കിനി കാജൽ അപ്ലൈ ചെയ്യാം. സോ ഇത് മെബ്ലിൻ ന്യൂയോർക്ക് ദി കൊളോസൽ കാജലാണ്. ഈ പ്രൊഡക്റ്റും ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്യുക. ആൻഡ് ഇന്നർ കോർണർ ഔട്ടർ കോർണറിലും ഈ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്കിന്നത്തെ വീഡിയോ ഫേക്ക് ഐലാഷസ് ഒന്നും ഞാൻ ഫിക്സ് ചെയ്യുന്നില്ല. ആൻഡ് നമ്മൾ ഐലിഡ് ഏരിയയിൽ അപ്ലൈ ചെയ്ത സെയിം ഐ ഷാഡോ കോട്ടൺ ബഡ്സ് യൂസ് ചെയ്ത് നമ്മുടെ കാജലിൻ്റെ കൂടെ സ്മച്ച് ചെയ്യാണ്. ഞാനൊരു ഫംഗ്ഷന് പോകുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു ട്രിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനൊന്ന് അപ്ലൈ ചെയ്തതാണ്. ബട്ട് ഞാനിപ്പോൾ റിയലായിട്ട് അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഇത് മമ്മ എർത്ത് ലാഷ് കെയർ വോള്യൂമൈസിങ് മസ്കാരയാണ്. ഫേക്ക് ഐലാഷസ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഈ മസ്കാര യൂസ് ചെയ്യുക. ജസ്റ്റ് 2 ടൈംസ് ഇത് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മതി. ആൻഡ് മസ്കാര കുറച്ച് നമ്മുടെ ലോവർ ലിഡിലായിട്ടുണ്ട്. ബട്ട് നമുക്ക് ഡ്രൈ ആയതിനു ശേഷം വളരെ ഈസിയായി റിമൂവ് ചെയ്യാം. ആൻഡ് ലിപ്പ് ലൈനർ ഡ്രോ ചെയ്യാണ്. ഇത് സൂഡിയോ ലിപ്പ് ലൈനർ ഈ ഷെയ്ഡാണ്. ഈ പ്രൊഡക്റ്റ് ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സൂഡിയോ ഹോളിൽ ഞാൻ ഓൾറെഡി പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഐലൈനറായി ആദ്യം ഈ കളർ യൂസ് ചെയ്യാം. ആൻഡ് അതുപോലെ സ്മച്ച് ചെയ്യുക. അതിനുശേഷം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക് മെബ്ലിൻ ന്യൂയോർക്ക് സൂപ്പർ സ്റ്റേ മേറ്റ് ഇങ്ക്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് 15 ലവർ ലിപ് കളർ. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. സോ 2 കളറും കൂടി നല്ലപോലെ ഒന്ന് സ്മച്ച് ചെയ്യണം. ആൻഡ് ഈ വീഡിയോ ഓണത്തിന് നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായി ഷെയർ ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മെബ്ലിനിൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് റിവ്യൂ ചെയ്യാനുണ്ട്. അതും നെക്സ്റ്റ് വീഡിയോസിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് വരും. ആൻഡ് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലോവർ ലിഡിൽ നമ്മുടെ മസ്കാര നമുക്കവിടെ ടച്ചായി. ഇതിപ്പോൾ നല്ലപോലെ ഡ്രൈ ആയി. ഞാനൊരു സ്പൂലി യൂസ് ചെയ്ത് അത് വളരെ സ്ലോ ആയിട്ടാണ് റിമൂവ് ചെയ്യണത്. നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം അങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഡാമേജ് ആവും. കാരണം ഏറ്റവും സോഫ്റ്റ് ഏരിയ ആണത്. ആൻഡ് നെക്സ്റ്റ് ഞാനിവിടെ റെവല്യൂഷൻ ഫിക്സ് ആൻഡ് ഗ്ലോ DV ഫിനിഷ് വിത്ത് ഷിമ്മർ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഫിക്സറാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇനി നെക്സ്റ്റ് ഹൈലൈറ്റർ. ഞാനിവിടെ പാക്ക് കില്ലർ ഗ്ലോ ഹൈലൈറ്റർ സ്ട്രൈറ്റ് ലൈറ്റ് ആ പ്രൊഡക്റ്റാണ് ഇവിടെ ഞാൻ ചീക്ക് ബോൺസിൽ ആൻഡ് നമ്മുടെ ബ്രോ ബോൺ നോസ് ബ്രിഡ്ജിൽ അപ്ലൈ ചെയ്യുന്നത്. മേക്കപ്പ് ഫിക്സർ നമ്മൾ സ്പ്രേ ചെയ്ത് ഉടൻ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യരുത്. മേക്കപ്പ് ഫിക്സർ നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് ആൻഡ് 2 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാവൂ. ആൻഡ് പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈൽസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, കാരണം സൺലൈറ്റ് പോവായിരുന്നു ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാൻ. സോ അതുകൊണ്ട് കാരണം പ്ലാൻ ഉണ്ടായിരുന്നില്ല ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാൻ, പെട്ടെന്ന് പ്ലാൻ ഇട്ടതായിരുന്നു. ഇനി നമുക്ക് ഫോട്ടോസ് മാത്രം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ചാനലും 1000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. സോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ബിഗ് താങ്ക് യു. എല്ലാവർക്കും വിഷ് യു എ ഹാപ്പി ഓണം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.